സംഘികളെ RSS ഗുണ്ടകള് BJPയുടെ സർക്കാരോ ക്രൂരമായി മർദ്ദിച്ച് ഭരണഘടന സംരക്ഷിക്കാൻ മരണം വരെയും പോരാടും. ഭാരതമണ്ണിൽ ജീവിക്കാൻ വിശ്വാസങ്ങൾ സംരക്ഷിക്കാൻ നീതിക്കായി ശബ്ദമുയർത്താൻ അണിചേരുക നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. നമ്മുടെ സഹോദരികളായ കന്യാസ്ത്രീകളിലെ അകാരണമായി കൽത്തുറങ്കിൽ അടച്ചതിനെതിരെ KPCCയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് എല്ലാ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലും ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളും കൂട്ടായ്മകളും നടന്നു വരികയാണ്. ഈ ചടങ്ങിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി പേരാവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് PP മുസ്തഫയെ ക്ഷണിക്കുന്നു. ബഹുമാനിയായ ഈ ചടങ്ങിന്റെ അധ്യക്ഷത വഹിക്കുന്ന പേരാവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീമതി ജൂബിലി ചാക്കോ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി ശ്രീ ബൈജു വർഗീസ്, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അംഗം പ്രിയപ്പെട്ട ശ്രീമതി ലിസി ജോസഫ്, ബഹുമാന്യനായ മുതിർന്ന കോൺഗ്രസ് നേതാവ് പൊയിൽ മുഹമ്മദ് ഖാ, എക്സ് സർവീസ്മെൻ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം പ്രിയപ്പെട്ട കുഞ്ഞിരാമേട്ടൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളായ പ്രിയപ്പെട്ട CJ മാത്യു ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരെ, കോൺഗ്രസ് സേവാദളിന്റെ സംസ്ഥാന സെക്രട്ടറി V പ്രകാശൻ, മഹിളാ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ, ഇന്ന് കേരളത്തിലെ എല്ലാ ബ്ലോക്ക് കേന്ദ്രങ്ങളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേരാവൂർ ബ്ലോക്ക് കമ്മിറ്റി ഈ പേരാവൂർ പട്ടണത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ മാർച്ചും പൊതുയോഗവും സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ നമ്മുടെ രാജ്യത്ത് ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരാവകാശങ്ങളും ജനാധിപത്യ മതേതര അവകാശങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് സംഘപരിവാറിന്റെ വിവിധങ്ങളായ വ്യത്യസ്തങ്ങളായ പേരുകളിൽ അറിയപ്പെടുന്ന സംഘപരിവാറിന്റെ ഗുണ്ടകൾ ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളുടെ എല്ലാ മതന്യൂനപക്ഷങ്ങളെയും അതേപോലെ തന്നെ ആദിവാസികളായിട്ടുള്ള ദളിതുകളായിട്ടുള്ള ആളുകളെയൊക്കെ തന്നെ വിവിധങ്ങളായ രീതിയിൽ ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് വല്ലാത്ത രീതിയിൽ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവരെയൊക്കെ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്തിന് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന നമ്മുടെ ധീരരായ ദേശാഭിമാനികൾ അവരുടെ ജീവനും രക്തവും നൽകി സംരക്ഷിച്ച ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും സ്വാതന്ത്ര്യവും പൗരാവകാശവും മതസ്വാതന്ത്ര്യവും സംരക്ഷിക്കുവാനുള്ള പോരാട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്
പോരാടിയ ആ ഒരു മഹനീയ ചരിത്രത്തിന്റെ പിന്മുറക്കാരായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരും തങ്ങളോളം ഈ സംഘപരിവാറിന്റെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്കെതിരെ കൊലപാതകങ്ങൾക്കെതിരെ അസഹിഷ്ണുതക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ പാതയിലാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഛത്തീസ്ഗഡിൽ നമ്മുടെ മലയാളികളായിട്ടുള്ള 2 സിസ്റ്റേഴ്സിനെ നമ്മുടെ കണ്ണൂർ ജില്ലക്കാര് ആലക്കോട് സ്വദേശികളായിട്ടുള്ള അവരുൾപ്പെടെയുള്ള 2 കന്യാസ്ത്രീകളെ മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് മനുഷ്യക്കടത്ത് ആരോപിച്ചുകൊണ്ട് ഇല്ലാ കഥകൾ പെരുപ്പിച്ചുകൊണ്ട് വജ്രവൈതലിന്റെ ഗുണ്ടകൾ തടഞ്ഞുവെച്ച് പോലീസിലേൽപ്പിച്ചപ്പോൾ ആ ഗുണ്ടകളിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ ഏറെയുള്ള പീഡനം ഛത്തീസ്ഗഡിലെ സംഘപരിവാറിന്റെ BJPയുടെ സർക്കാരിന്റെ പോലീസിൽ നിന്നും ആ സഹോദരിമാർക്കുണ്ടായി എന്നതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം. അതോടൊപ്പം തന്നെ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് മനുഷ്യക്കടത്തും വർഗീയ സംഘർഷവും അതോടൊപ്പം തന്നെ മതപരിവർത്തനവും ഒക്കെ കെട്ടിച്ചമച്ചുകൊണ്ട് അവർക്ക് ജാമ്യം ലഭിക്കുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇല്ലാതാക്കിക്കൊണ്ട് ആ കേസ് തന്നെ ഏറ്റവും അതീവ ഗുരുതരമായ വകുപ്പുകൾ ചേർത്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, ദേശീയ അന്വേഷണ ഏജൻസി എടുക്കുന്ന കേസുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന കോടതിയിലേക്ക് മാറ്റുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള പീഡനവും മനുഷ്യാവകാശ ധ്വംസനവും നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ത്യ മുന്നണിയൊക്കെ തന്നെ ഇന്ത്യൻ പാർലമെന്റിനകത്തും പുറത്തും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇതിന്റെ മറ്റ് കാര്യങ്ങളൊക്കെ ബഹുമാന്യരായ നേതാക്കൾ വളരെ വിശദമായി സംസാരിക്കുന്നതിന് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കര അധ്യക്ഷന്റെ ശ്രീമതി ജൂബിലി ചാക്ക് ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയങ്കരിയായ KPCC മെമ്പർ DC ജോസഫ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാന്യ ജനറൽ സെക്രട്ടറി ബൈജു വർഗീസ് ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കളെയും സഹപ്രവർത്തകരെയും നേതാക്കളെയും ജനാധിപത്യ വിശ്വാസികളെയും എല്ലാവരെയും ഒറ്റവാക്കൽ സ്വാഗതം ചെയ്തുകൊണ്ട് നടപടികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബഹുമാന്യ പ്രസിഡന്റിനോട് അഭ്യർത്ഥിക്കുകയാണ്. KPCCയുടെയും DCCയുടെയും അതോടൊപ്പം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും മഹിളാ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഉൾപ്പെടെയുള്ള ഏറെ ബഹുമാന്യരായ നേതാക്കന്മാരെ, ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ, കഴിഞ്ഞ മാസം 26-ാം തീയതി ഛത്തീസ്ഗഡിൽ വെച്ച് അകാരണമായി 2 കന്യാസ്ത്രീമാരെ ജയിലിലടച്ച ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ, നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള വർഗീയ നടപടികൾക്കെതിരെയായിട്ടാണ് നമ്മളെല്ലാവരും ഈ രാജ്യം ഒന്നാകെ അണിചേർന്നുകൊണ്ട് ഈ രാജ്യത്തിനകത്ത് മതേതരത്വം നിലനിർത്തുന്നതിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ 2 കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ പോയി ഇവർ പറയുന്നത് മതപരിവർത്തനം നടത്തി ജനങ്ങളെ വഴിതിരിച്ചു വിടുന്നു എന്നാണ്. ഈ രാജ്യത്തിനകത്ത് ഒരു ഭരണഘടന നിലനിൽക്കുന്നുണ്ട്. ഈ രാജ്യത്തിനകത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യം ഈ രാജ്യത്തിനകത്ത് നേടിത്തന്നപ്പോൾ നമ്മൾ അനുശാസിച്ചിട്ടുള്ള ആ ഭരണഘടനയിൽ പറയുന്ന മതേതരത്വത്തെയും ജനാധിപത്യത്തെയും കശാപ്പ് ചെയ്തുകൊണ്ട് BJPയുടെ നരേന്ദ്രമോദിയുടെ സർക്കാർ കഴിഞ്ഞ 11 വർഷക്കാലമായി ഈ രാജ്യത്തെ വർഗീയ വിഷം ചീറ്റിക്കൊണ്ട് മുൻപോട്ടേക്ക് പോകുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ജീവിക്കുവാനുള്ള, സ്വതന്ത്രമായി ചിന്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ ഉള്ള സ്വാതന്ത്ര്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ടാണ് മുൻപോട്ടേക്ക് പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് പാവപ്പെട്ട കന്യാസ്ത്രീകൾ ചെയ്ത തെറ്റ്? ഈ രാജ്യത്തിനകത്ത് ക്രിസ്ത്യൻ മിഷണറിമാർ ഈ രാജ്യത്തിനകത്ത് നടത്തിയിട്ടുള്ള നിരവധിയായിട്ടുള്ള സേവന പ്രവർത്തനങ്ങളുണ്ട്. അവർ വിദ്യാഭ്യാസ മേഖലയിലടക്കം പാവപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ്. അത്തരത്തിൽ പാവപ്പെട്ടവരെ ജാതിയും മതവും നോക്കാതെ ഏതഴുക്ക് ജാതിയിലും പോയി കുഷ്ഠരോഗിയെന്നോ അല്ലെങ്കിൽ പാവപ്പെട്ടവനെന്നോ അതിർവരമ്പുകളില്ലാതെ ശുശ്രൂഷിക്കുന്ന, പാവപ്പെട്ടവരെ തൊട്ടും തലോടിയും അവരുടെ വ്രണങ്ങൾ
ഭരണാധികാരികൾക്ക് സാധിക്കില്ല എന്നുള്ള കാര്യം എവിടെയുള്ള ഓരോ RSSകാരനും ഓർക്കേണ്ടതായിട്ടുണ്ട് എന്നും മാത്രം പറഞ്ഞുകൊണ്ട് കന്യാസ്ത്രീ സമൂഹത്തിന് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് അവരെ ജയിലിൽ ചെന്ന് ഞങ്ങളുടെ MLA-മാരും MP-മാരും സന്ദർശിച്ചു. അവരുടെ സുഖവിവരങ്ങൾ തിരക്കി. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യമെമ്പാടും പ്രക്ഷോഭം നടത്തി. അവരെ ജയിലിൽ നിന്ന് കൽത്തുറങ്കിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതുവരെ അവർക്ക് വേണ്ടി ശബ്ദിക്കുമെന്ന് ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഏറെ ബഹുമാനിയായ KPCCയുടെ മെമ്പർ ശ്രീമതി ലിസി ജോസഫിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹുമാനിയായ ഏറെ പ്രിയങ്കരിയായ പേരാവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീമതി ജൂബിലി ചാക്കോ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ബൈജു മാഷ് ഉൾപ്പെടെ മഹിളാ കോൺഗ്രസിന്റെയും ജില്ലാ ബ്ലോക്ക് ഭാരവാഹികളെ, യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ, ഇന്ന് കേരളത്തിലാകമാനം ഇതുപോലെ എല്ലാ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെയും ആഭിമുഖ്യത്തിൽ ഈ രാജ്യത്തെ സന്യസ്ത സമൂഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭ സമര പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികൾ ഒരു കാര്യം തിരിച്ചറിയണം. രാജ്യത്തിന്റെ മതേതരത്വം ഛത്തീസ്ഗഡിലെ ജയിലറയ്ക്കുള്ളിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ ജനാധിപത്യം ഛത്തീസ്ഗഡിലെ ജയിലറയ്ക്കുള്ളിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ ഭരണഘടന നരേന്ദ്രമോദി എന്ന് പറയുന്ന RSSകാരനും BJPയുടെ നേതാവ് അമിത്ഷായും ഇറക്കുന്ന തിട്ടൂരമായി ഈ രാജ്യത്ത് അകപ്പതിച്ചിരിക്കുകയാണ്. ആ സാഹചര്യത്തെ മറികടക്കാൻ, ആ സാഹചര്യത്തെ ഇല്ലായ്മ ചെയ്യാൻ, ഇവിടുത്തെ യഥാർത്ഥ ഭരണഘടന സംരക്ഷിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തെ ജനങ്ങളോടൊപ്പമുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ സമര പരിപാടികളുമായി ഞങ്ങൾ മുൻപോട്ടേക്ക് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, രണ്ട് പാവപ്പെട്ട കന്യാസ്ത്രീകൾ, കേരളത്തിന്റെ മണ്ണിൽ ജനിച്ചു വളർന്ന് വിദ്യാഭ്യാസം നേടിയ അവർ ഛത്തീസ്ഗഡിന്റെ വില്ലേജിലേക്ക് കടന്നുപോയത് അവിടെ കോടീശ്വരന്മാരുടെ ജീവിതം നയിക്കുന്നതിന് വേണ്ടിയല്ല. അവിടെ വില്ലേജുകളിൽ ആരോരുമില്ലാതെ, വിദ്യാഭ്യാസം നേടാൻ സാധിക്കാതെ, ദാരിദ്ര്യാവസ്ഥയിൽ കഴിഞ്ഞുകൂടുന്ന, ആരോഗ്യം പോലും സംരക്ഷിക്കാൻ കഴിയാത്ത, ആരോരുമില്ലാത്ത മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ആരോരുമില്ലാത്തവരെ പോലെ ജീവിക്കുന്ന പാവപ്പെട്ട ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളെയും വളർന്നു വരുന്ന മക്കളെയും പ്രായം ചെന്ന ആളുകളെയും ഒക്കെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്, ഭയപ്പെടേണ്ട, നിങ്ങളുടെ ഏത് ആവശ്യങ്ങളിലും നിങ്ങളെ സംരക്ഷിക്കാൻ, നിങ്ങളെ സഹായിക്കാൻ, നിങ്ങളെ ചേർത്ത് പിടിക്കാൻ, നിങ്ങളെ സ്നേഹിക്കാൻ ഞങ്ങളുണ്ട് എന്ന് പറയാനാ ഈ നാട്ടിലുള്ള കന്യാസ്ത്രീ മഠങ്ങളിൽ നിന്നൊക്കെ അകലെയുള്ള, ആരും അറിയപ്പെടാത്ത ചില കേന്ദ്രങ്ങളിലേക്ക്, വില്ലേജുകളിലേക്ക് കടന്നുപോയത്. ബെഞ്ചർകാരനും BJPക്കാരനും RSSകാരനും പറയുന്നു, ക്രിസ്ത്യാനികളെ, അവിടെയുള്ള സാധാരണക്കാരായ ഹിന്ദുക്കളെ, അവരുടെ ദാരിദ്ര്യത്തെ മുതലെടുത്തുകൊണ്ട് അവരെ മതപരിവർത്തനം നടത്തുന്നതിന് വേണ്ടിയാണ് കന്യാസ്ത്രീമാർ അവിടെ പോയി പ്രവർത്തിക്കുന്നത് എന്ന് ജോർജ് കുര്യൻ എന്ന് പറയുന്ന ആളും സെൻകുമാർ എന്ന് പറയുന്ന മുൻ BJP, ഇപ്പോഴത്തെ BJPയുടെ സംസ്ഥാന നേതാവും ഈ രാജ്യത്തെ ജനങ്ങളോട് വിളിച്ചു പറയുന്നു, എന്തുകൊണ്ട് മുസ്ലിം കേന്ദ്രങ്ങളിലേക്ക് ഇവിടുത്തെ കന്യാസ്ത്രീകൾ കടന്നു പോകുന്നില്ല? അവിടുത്തെ ഹൈന്ദവരായ ആളുകളെ മതപരിവർത്തനം നടത്തുന്നതിന് വേണ്ടിയാണ് കന്യാസ്ത്രീകൾ കടന്നു പോകുന്നത് എന്ന്. എന്റെ ബെഞ്ചങ്ക് തള്ളുകാരാ, ഈ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും വേദന അനുഭവിക്കുന്നവരുടെ അടുത്തേക്ക് കടന്നു പോകുന്ന ഞങ്ങളുടെ സന്യസ്ത സമൂഹം, അവിടെ ജീവിക്കുന്നവൻ, അവിടെ ദാരിദ്ര്യം അനുഭവിക്കുന്നവൻ, അവിടെ രോഗാവസ്ഥയിലുള്ളവൻ, അവിടെ കഷ്ടപ്പെടുന്നവൻ, അവൻ മുസൽമാനാണോ, ഹൈന്ദവനാണോ, ക്രൈസ്തവനാണോ, പാഴ്സിയാണോ, ജൈനനാണോ എന്ന് നോക്കിയിട്ടല്ല, അവന്റെ ആവശ്യങ്ങളില് ആ ആവശ്യങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടേക്ക് കടന്നു ചെല്ലുന്നത്. നിങ്ങൾ പറയുന്ന മതപരിവർത്തനം ഈ രാജ്യത്ത് നടന്നിട്ടുണ്ട് എങ്കിൽ കണക്കുകൾ വെച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ ആളുകൾ എന്ന നിലയിൽ നിങ്ങളത് ഈ രാജ്യത്തെ ജനങ്ങളുടെ മുൻപിൽ സ്ഥാപിക്കണം. 1971 ഈ രാജ്യത്ത് നടന്ന സെൻസസ് പ്രകാരം ഇവിടുത്തെ ക്രിസ്ത്യൻ ജനവിഭാഗം എന്ന് പറയുന്നതെന്ന് 2.5%. അതിനുശേഷം പല ഘട്ടങ്ങളിലായി സെൻസസുകൾ നടന്നു. അവസാനം നടന്ന സെൻസസിലെ കണക്ക് പ്രകാരം ഈ രാജ്യത്തെ ന്യൂനപക്ഷമായ ക്രൈസ്തവ വിഭാഗം എന്ന് പറയുന്നത്
മണ്ണിലിടമുള്ളത് എന്ന് നിങ്ങൾ പറയണ്ടേ? എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് തടിക്കൊഴുപ്പിന്റെയും ശരീരഭാരത്തിന്റെയും അളവും തൂക്കവും വെച്ചുകൊണ്ട് സ്ത്രീകളെ അടക്കം ഈ രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ ഇറക്കി വിട്ട് പാവപ്പെട്ട വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനും അവർക്ക് തൊഴിൽ കൊടുക്കാനും അവരെ സഹായിക്കാനും നേതൃത്വം കൊടുക്കുന്ന സിസ്റ്റേഴ്സിനെ കൈകാര്യം ചെയ്ത് അവർക്കെതിരെ ഇല്ലാത്ത വകുപ്പുകൾ ചുമത്തി മതപരിവർത്തനം, മനുഷ്യക്കടത്ത് മുതലായ വകുപ്പുകൾ ചുമത്തി അവരെ ജയിലരികൾക്കകത്തടച്ച് NIA കോടതിയിലേക്ക് പറഞ്ഞുവിടാൻ നിങ്ങൾ ശ്രമിക്കുമ്പോ അവരെ ചേർത്ത് പിടിക്കാൻ, അവരെ സംരക്ഷിക്കാൻ, ഈ രാജ്യത്തെ കെട്ടിപ്പടുത്ത ഈ രാജ്യത്തെ ഒരു ഭരണഘടന ഉണ്ടാക്കുമ്പോ ഇതിവിടുത്തെ സാധാരണക്കാരനെ പോലും സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച ഇവിടെ എന്ന് ഭരണഘടനയിലൂടെ ഉറപ്പാക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട്. അതിന്റെ പുതുതലമുറയിൽപ്പെട്ട മുഴുവൻ ആളുകളും ആ തീരുമാനത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ കഴിഞ്ഞ ഡിസംബറില് കടന്നുപോയി. എങ്ങോട്ടേക്കാ കടന്നുപോയത്? അരമനകളിലേക്കും വീടുകളിലേക്കും ക്രൈസ്തവ ഭവനങ്ങളിലേക്കും നിങ്ങൾ കടന്നുപോയി. എന്തുമായാണ് നിങ്ങൾ കടന്നുപോയത്? നിങ്ങൾ ക്രിസ്തുമസ് കേക്കുമായി കടന്നുപോയവരാ. എന്തിനാ നിങ്ങൾ കേക്ക് കൊണ്ടുപോയത്? ക്രിസ്തുമസ് കേക്ക് പങ്കുവെക്കുന്ന ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം സ്നേഹത്തിന്റെ സന്ദേശമാ, ആ സന്ദേശം നീതിയുടെ സന്ദേശമാ, ആ സന്ദേശം ന്യായത്തിന്റെ സന്ദേശമാ, ആ സന്ദേശം വിശ്വാസ സംരക്ഷണത്തിന്റെ സന്ദേശമാ, ആ സന്ദേശം പരസ്പരം പങ്കുവെക്കലിന്റെ സന്ദേശമാ. നിങ്ങൾ കൊടുത്ത കേക്ക് അവരുടെയൊക്കെ ശരീരത്തിലെ രക്തങ്ങളിലൂടെ ഇഴുകിച്ചേർന്നൊഴുകുമ്പോ നിങ്ങൾ ഇതിനെയൊക്കെ കശാപ്പ് ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ കൊടുത്ത കേക്ക് ഈ രാജ്യത്തിന് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് BJP-കാരൻ പറയണ്ടേ? കേവലം വോട്ട് ബാങ്കിന് വേണ്ടി അരമനകളിലേക്ക് കടന്നുപോയി കേക്ക് കൊടുത്താൽ കെട്ടിപ്പടുക്കാൻ സാധിക്കുന്നതല്ല ഈ രാജ്യത്തിന്റെ മതേതരത്വമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ വൈകിയ വേളയിൽ ഞാൻ അവസാനിപ്പിക്കാം. നമ്മളൊരു മന്ത്രിയെ കൊണ്ടു, തൃശ്ശൂരിൽ നിന്ന് MP ആയി കടന്നുപോയ സുരേഷ് ഗോപി. അദ്ദേഹം MP ആയി നമ്മൾ കണ്ടു. തൃശ്ശൂരിലെ പള്ളിയിൽ പോയി മാതാവിന്റെ ശിരസിൽ അദ്ദേഹം സ്വർണ്ണ കിരീടം വെച്ചു. കേരളത്തിലാകമാനം രാജ്യത്താകമാനം വലിയ വാർത്തയായി മാറി. വിവാദങ്ങളും വാർത്തകളും കൊണ്ട് നിറഞ്ഞ മാതാവിന്റെ കിരീടം ആ തലയിൽ അങ്ങനെ നിൽക്കുമ്പോ പ്രിയപ്പെട്ട സുരേഷ് ഗോപി, നിങ്ങൾ നേതൃത്വം കൊടുക്കുന്ന BJP-യും ബജറംഗദളും RSS-ഉം ഒന്നോർക്കണം. ആ മാതാവിന്റെ മക്കളായ കന്യാസ്ത്രീകൾ, ആ മാതാവിന്റെ മകനായ ക്രിസ്തുവിന്റെ പുത്രിമാരായ മണവാട്ടികളായ കന്യാസ്ത്രീമാരെ നിങ്ങൾ ജയിലറകൾക്കുള്ളിൽ അടച്ചിട്ടിരിക്കുകയാ. അവരെ പുറത്തിറക്കരുത് എന്ന് പറയാൻ ഛത്തീസ്ഗഡിലെ ഭരണാധികാരികൾ അവരുടെ കോടതിയിലേക്ക് കടന്നുപോയിരിക്കുകയാ. അവർക്ക് ജാമ്യത്തിന് വേണ്ടി അപേക്ഷ വെച്ചുകൊണ്ട് കടന്നു പോകുന്ന വക്കീലിനെ എതിർക്കാൻ കോടതിയിലേക്ക് പോകുന്നത് പ്രതിഭാഗത്തിന്റെ വക്കീലായി കടന്നു ചെല്ലുന്നത് പോലെ കടന്നു പോകുന്നത് ഛത്തീസ്ഗഡ് ഗവൺമെന്റിന്റെ വക്കീലാണ് എന്ന് പറയുമ്പോ ഈ രാജ്യം ഏതവസ്ഥയിലേക്ക് നിങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നതാ. നിങ്ങൾ ഒരു സമയത്ത് മുസ്ലിങ്ങളെ പൗരത്വ ഭേദഗതി ബില്ലിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് നിന്ന് തന്നെ ഓടിക്കുന്നതിന് ശ്രമിച്ചവരാ എന്ന് ഞങ്ങൾ പറഞ്ഞേക്കാം. ഈ രാജ്യം കെട്ടിപ്പടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അവസാനത്തെ ആളും ഇവിടെ അവശേഷിക്കുന്നതുവരെ ഈ രാജ്യത്തെ മതേതരത്വവും ജനാധിപത്യവും ന്യൂനപക്ഷ സംരക്ഷണവും ഉറപ്പാക്കാൻ ഞങ്ങളുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. പ്രസിഡന്റ് ജൂബിലി ചാക്കോ, KPCC മെമ്പർ ലിസ്റ്റേജ് ഉൾപ്പെടെ ഇവിടെ കൂടിയ പ്രിയപ്പെട്ടവർ, രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഈ വിഷയം കേവലം ഒരു ചെറിയ രൂപത്തിൽ കാണേണ്ട വിഷയമല്ല. ഇന്ന് രാവിലെ ഏതാണ്ട് ഒരു 10:30-11 മണി സമയത്ത് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ BPL മുതലാളി രാജീവ് ചന്ദ്രശേഖർ, നമുക്കറിയാം, തൃശൂർ ബിഷപ്പിനെ പോയി കാണുകയുണ്ടായി. തൃശൂർ പിതാവ് അദ്ദേഹത്തിന്റെ കൂടെ വന്ന ബാക്കി BJP-ക്കാരെ ആരെയും അങ്ങോട്ട് കയറ്റിയില്ല. രാജീവ് ചന്ദ്രശേഖർ മാത്രം അകത്ത് കയറി. പുറത്തിറങ്ങിയ ശേഷം രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒരു സന്ദേശം കൈമാറാനാണ് ഞാൻ വന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ന് ഉച്ചയോടുകൂടി NIA കോടതിയിൽ ജയിലിൽ അടക്കപ്പെട്ട നമ്മുടെ സഹോദരിമാരായ കന്യാസ്ത്രീമാരുടെ ബെയിൽ ആപ്ലിക്കേഷൻ NIA കോടതിയിൽ എടുക്കുമ്പോൾ അവിടെ ഛത്തീസ്ഗഡ് സർക്കാർ അതിന്
എതിർക്കുകയില്ല. അനുകൂലിച്ച് ജാമ്യം കിട്ടാൻ വേണ്ടി അനുകൂലിച്ച് സംസാരിക്കും. അതിനുവേണ്ടി ഇന്ത്യൻ പ്രധാനമന്ത്രി ഇടപെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇടപെട്ട ഈ കാര്യം തൃശൂർ ബിഷപ്പിനെ അറിയിക്കാനാണ് ഞാൻ വന്നത് എന്ന് അവിടെ വെച്ച് പ്രസ്താവിക്കുകയുണ്ടായി. ഉച്ച കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും കണ്ടു NIA കോടതിയിൽ ഛത്തീസ്ഗഡ് സർക്കാർ ഒരു തരത്തിലും ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകാൻ പാടില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിമിനലുകൾ ഈ കന്യാസ്ത്രീകളാണ്. ഇന്ത്യയിൽ ഇന്ന് ഇന്ത്യ രാജ്യത്തിന് ഭീഷണി ഈ കന്യാസ്ത്രീകളാണ്. ഇന്ത്യ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നം ഈ കന്യാസ്ത്രീകളാണ്. അതിനാൽ ഒരു കാരണവശാലും ഇവർക്ക് ജാമ്യം നൽകാൻ പാടില്ല എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയുടെ സ്വന്തം സുഹൃത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റതിനു ശേഷം മോദിയുടെ വലങ്കൈയായി മോദി നിയമിച്ച ഛത്തീസ്ഗഡിലെ സർക്കാർ, മുഖ്യമന്ത്രി, ഛത്തീസ്ഗഡിലെ ഗവൺമെന്റ് കന്യാസ്ത്രീകൾക്കെതിരെ നിലപാടെടുക്കുകയും ചെയ്തു എന്ന ദുഃഖകരമായ വാർത്ത നമ്മൾ കേട്ടു. ഒരേ സമയം കാട്ടുകള്ളനാണ് ഞാനെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി തെളിയിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ BJP-ക്കാരിൽ ആരാണ് മതേതരത്വം കാണുന്നത്? RSSന്റെ വിചാരധാരയിലെ വാക്കുകൾ എന്തായിരുന്നു? RSS പറയുന്നത് ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട 3 ശത്രുക്കളിൽ 2 എണ്ണം ഇവിടുത്തെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണ്. ഇവിടുത്തെ BJP-ക്കാരന്റെ DNA അത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരാണ്. ഇവിടുത്തെ BJP-ക്കാരൻ എത്ര ആട്ടിൻ തോലിട്ട് വന്നാലും ചെന്നായ്ക്കളാണ്. ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാൻ പ്രവർത്തിക്കുന്ന കാട്ടുകള്ളന്മാരാണെന്ന് ഹൃദയം പൊട്ടി രാഹുൽ ഗാന്ധി അടക്കം പലവട്ടം പറഞ്ഞിരുന്നു. പക്ഷേ ഈ കാട്ടുകള്ളന്മാർ ക്രിസ്മസിനും ഈസ്റ്ററിനും വേഷം മാറി ഈ കാട്ടുകള്ളന്മാർ ഈ ചെന്നായ്ക്കൾ വന്നപ്പോൾ അവരുടെ കൈകളിൽ നിന്നും വാങ്ങിയ കേക്കിൽ വിഷം പുരണ്ടിട്ടുണ്ടെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കാതിരുന്ന കാസിയടക്കമുള്ള RSSൽ നിന്നും ഫണ്ട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന കാസിയടക്കമുള്ള വൃത്തികെട്ട സംഘടനകൾ ഇവിടുത്തെ മതേതരത്വത്തിന് കത്തിവെച്ചപ്പോൾ ഇവിടുത്തെ മുസൽമാനെയും ഇവിടുത്തെ ക്രൈസ്തവനെയും തമ്മിൽ തല്ലാൻ നേതൃത്വം കൊടുത്തപ്പോൾ ഏറ്റുപറ്റിയവർ തിരുത്താൻ ഇപ്പോൾ തയ്യാറായത് സന്തോഷം. ഹൃദയം പൊട്ടിക്കൊണ്ട് ഞങ്ങൾ പറഞ്ഞതാണ്. BJP-ക്കാർ ഉറക്കത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റില്ല. അറിയണമെങ്കിൽ RSSകാരന്റെ നാട്ടിൽ കുറച്ചുകാലം ജീവിച്ചു നോക്കണം. RSSകാരൻ നാടാളുള്ള സ്ഥലത്ത് കുറച്ചുകാലം ജീവിച്ചു നോക്കണം. ഇവിടുത്തെ RSSകാരന്റെ സ്വഭാവം. പ്രിയപ്പെട്ടവരെ, ശക്തമായ പ്രതിഷേധം ഉണ്ടാകണം. അത് ചെറിയ രൂപത്തിൽ പോരാ. ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ തകർക്കുന്നവരെ നേടുന്ന പ്രക്ഷോഭണം വേണം. അതിന് ഈ നാട്ടിലെ മതന്യൂനപക്ഷങ്ങൾ ഒറ്റക്കെട്ടായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൂടെ നിൽക്കണം എന്നതാണ് ഈ പ്രതിഷേധ സമരത്തിന്റെ മുദ്രാവാക്യം. ഇത്തരം ഒരു യോഗം നടത്തിയ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യരെ, നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഇവിടെ നേതാക്കന്മാർ സൂചിപ്പിച്ചു കഴിഞ്ഞു ഈ പ്രതിഷേധ സമരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. നമ്മുടെ രാജ്യം ഭരിക്കേണ്ട പ്രധാനമന്ത്രി നമ്മുടെ നാട്ടിലെ ആളുകളെ സംരക്ഷിക്കുന്നതിന് പകരം, ഇന്ത്യ രാജ്യത്തെ ജനവിഭാഗത്തെ സംരക്ഷിക്കുന്നതിന് പകരം ഇവിടുത്തെ ന്യൂനപക്ഷ ജനങ്ങളെയും സർവോപരി ദളിതരായ ആളുകളെയും എല്ലാം ജയിലിലടച്ചുകൊണ്ട് കള്ളക്കേസെടുത്തുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനം നടത്തുന്ന സ്റ്റാൻ സ്വാമി എന്ന വൈദികനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച് അദ്ദേഹത്തെ ജയിലിൽ വെച്ച് വധിക്കുകയാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ദയനീയമായ കഥ നമുക്കെല്ലാം അറിയാം. അദ്ദേഹം ഒരു രോഗിയായിരുന്നു. കുടിക്കാൻ വെള്ളം കൊടുക്കാതെ അദ്ദേഹത്തെ കുടിക്കുന്നതിന് വെള്ളം ആവശ്യപ്പെട്ടപ്പോൾ ജലവും അതുപോലെ തന്നെ വിസർജ്യ ജലങ്ങളുമെല്ലാം അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ടാണ് അദ്ദേഹത്തെ ജയിലിൽ പാർപ്പിച്ചത്. അതുകൂടാതെ അദ്ദേഹം എന്ത് ജലമായാലും അത് കഴിക്കാൻ അദ്ദേഹത്തിന് വിറച്ച കൈകൾ കൊണ്ട് കഴിക്കാൻ സാധിക്കാതെ ഒരു സ്ട്രോ ആവശ്യപ്പെട്ടപ്പോൾ, ഒരു കഷ്ണം കുഴൽ ആവശ്യപ്പെട്ടപ്പോൾ അത് കൊടുക്കാതെ, എന്നാൽ നിങ്ങൾ ഒരു മഗ് തരൂ എന്ന് ചോദിച്ചപ്പോൾ അതുപോലും കൊടുക്കാതെ പീഡിപ്പിച്ചുകൊണ്ട് ആ ജയിലറകളിൽ കൊന്നു തള്ളുകയാണ് ചെയ്തത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇതുപോലെ തന്നെ മുസ്ലിം യുവാക്കൾക്ക് നേരെ അവരെ വീട്ടിനകത്ത്
അവർ കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കള് അത് ആട്ടിറച്ചിയായാലും മാട്ടിറച്ചിയായാലും എന്തായാലും ശരി അവരുടെ വീട്ടിലെ ഫ്രിഡ്ജിനകത്ത് വെക്കാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട്. എന്നാൽ ഉത്തരേന്ത്യയിലെ പാവപ്പെട്ട ഒരു മുസൽമാന്റെ വീട്ടില് വെച്ച ആട്ടിറച്ചിയെ അത് ഗോമാംസമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ വീട്ടിൽ കയറി അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും തല്ലിക്കൊല്ലുകയും ഒക്കെ ചെയ്ത പാതകങ്ങൾ നമ്മൾ കണ്ടവരാണ്. ആ കാലഘട്ടത്തില് പള്ളിക്കെതിരെയും അതുപോലെ മുസൽമാനെതിരെയും എല്ലാം അക്രമം ഉണ്ടായപ്പോൾ നമ്മൾ കരുതി ഇത് മുസ്ലിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഇസ്ലാമികൾക്കെതിരെ, ഇത് പാകിസ്ഥാനെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഹൈന്ദവരായ RSS വർഗീയവാദികൾ മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. അന്ന് നമ്മൾ കരുതി ഇത് അവർക്കെതിരെ മാത്രമായി സമരം അല്ലെങ്കിൽ അവർക്കെതിരെ മാത്രമായി പ്രയോഗമെന്ന്. എന്നാൽ നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇതാ അടുത്ത കക്ഷികളെയും ന്യൂനപക്ഷങ്ങളെയും പിടിച്ചുകൊണ്ടിരിക്കുന്നു, ക്രിസ്ത്യാനികളെയും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് മിഷണറീസ് പ്രവർത്തനം നടത്തുന്ന ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ പാവപ്പെട്ടവരെ, അശരണരെ, അങ്ങനെയുള്ള ആളുകളെ സഹായിക്കുന്ന ആളുകളെല്ലാം അറസ്റ്റ് ചെയ്ത് തുറങ്കിൽ അടയ്ക്കുകയാണ്. നമ്മൾ ഈ കന്യാസ്ത്രീമാര് ഇന്നിവിടെ സൂചിപ്പിച്ചു, കേരളക്കാരായ 2 കന്യാസ്ത്രീ സഹോദരിമാര് അവിടെ ചെയ്ത പ്രവർത്തനം എന്താ? വിധ്വംസക പ്രവർത്തനമാണോ? രാജ്യദ്രോഹമാണോ? രാജ്യത്തിന് വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയോ? നമ്മുടെ ഭരണഘടനയെ ലംഘിച്ചോ? അവർ ചെയ്ത പ്രവർത്തനം അവിടുത്തെ പാവപ്പെട്ട 2 രക്ഷിതാക്കളോടൊപ്പം അവരുടെ മക്കളെ സ്വീകരിക്കുന്നതിന് വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്നതാണ്. ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് RSSന്റെ വർഗീയവാദികൾ ആക്രമിക്കുകയും അവരെ തരങ്കിലാക്കുകയും ചെയ്യായിരുന്നത്. ആ പോലീസിന്റെ കാഴ്ചയിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആ പാവപ്പെട്ട സന്യാസിനിമാരെ അവിടെ ഒരു വനിത ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന കാഴ്ച മാധ്യമങ്ങളിൽ കൂടി നമ്മൾ കണ്ടു. എത്ര ലജ്ജാകരമാണിത്! ഛത്തീസ്ഗഡിലെ പോലീസ് അറസ്റ്റ് ചെയ്ത അവരെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്ന കന്യാസ്ത്രീമാരെ ഒരു സ്ത്രീ നിർലജ്ജമായി അവരുടെ മുഖത്ത് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത്? അവർ ചെയ്ത തെറ്റെന്താണെന്നറിയോ? അവരെ പോലീസ് പരിശോധിച്ചു, അവരുടെ ബാഗുകൾ. അപ്പോ ഒരു കുട്ടിയുടെ ബാഗിനകത്ത് 2000 രൂപ. ആരായി നിരോധിച്ച 2000 രൂപ കൊണ്ട് നടക്കുക? ഒരു ഇന്ത്യയിലെ നിയമം മൂലം നിരോധിച്ച 2000 നോട്ട് ഛത്തീസ്ഗഡിൽ ആ പെൺകുട്ടി കൊണ്ടു നടക്കുമോ? ആ കുട്ടിയുടെ ബാഗില് അറസ്റ്റ് ചെയ്ത പോലീസ് വിഭാഗവും ഛത്തീസ്ഗഡിലെ ഗൂഢാലോചന നടത്തിയ BJPയുടെ നേതാക്കന്മാരും കൊണ്ടുവെച്ചുകൊണ്ട് അവരുടെ പേരിൽ കള്ളക്കേസെടുക്കുകയാണ് ചെയ്തത്. അതിന്റെ പേരിലാണ് അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് അയച്ചത്. അതിന്റെ കൂടെ വിധ്വംസ പ്രവർത്തനത്തിലുള്ള നിയമങ്ങളും കൂടി ചാർത്തിക്കൊണ്ട് കന്യാസ്ത്രീമാർക്ക് ജാമ്യം കിട്ടാത്ത വിധത്തിൽ അവരെ ജയിലിൽ അടച്ചിരിക്കുകയാണ്. ആ സന്യാസിനിമാർക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടിയാണ്, അവരെ കൂടെ നിൽക്കുന്നതിന് വേണ്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിൽ അങ്ങോളമിങ്ങോളം ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രവർത്തനങ്ങളും ഈ രാജ്യത്തെ ജനങ്ങളോട് കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് ഈ പ്രതിഷേധ പ്രവർത്തനം, ഈ യോഗവും സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾ ശ്രമിക്കുന്ന നിങ്ങളുടെ മുഴുവൻ പിന്തുണയും സഹകരണവും ഐക്യജനാധിപത്യ മുന്നണിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് അഭിവാദ്യം. ഈ പ്രതിഷേധ സംഗമത്തിൻ്റെ അധ്യക്ഷ ശ്രീമതി ജൂബിലി ചാക്കോ, അതുപോലെ തന്നെ ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത KPCCയുടെ അംഗം ശ്രീമതി ലിസി ജോസഫ് അടക്കമുള്ള ഏറെ ബഹുമാന്യരെ, നമുക്കറിയാം 947 നമ്മുടെ രാജ്യം സ്വതന്ത്രമായപ്പോൾ കൽക്കത്തയുടെ തെരുവോരങ്ങളിൽ ആളിപ്പടർന്ന വർഗീയ ലഹള, ഈ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മജി ഡൽഹിയിലെ ഈ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിൽ ഒന്നും പങ്കെടുക്കാതെ കൽക്കത്തയിലെ തെരുവോരങ്ങളിലെ ഈ വർഗീയ ലഹള അടിച്ചൊതുക്കുന്നതിനു വേണ്ടിയും അതിന് ശമനമുണ്ടാക്കുന്നതിനു വേണ്ടിയുമായിരുന്നു ശ്രമിച്ചിരുന്നത് എന്ന് നാം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഗ്രഹാം സ്റ്റെയിൻസിന്റെയും അതുപോലെ തന്നെ ഒട്ടനവധി ആൾക്കാര്, മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവര് ഈ മോദി ഗവൺമെന്റിന്റെ ഭരണകാലത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന പീഡനങ്ങൾ, അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ നടന്നിട്ടുള്ളത്. സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ മതനിരപേക്ഷ രാഷ്ട്രമായി നിലകൊള്ളുന്നതിന് അതിലാണ് തങ്ങൾക്ക് താല്പര്യം, അതാണ് തങ്ങളുടെ സന്തോഷം എന്ന് പറഞ്ഞ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾ, ആ മതന്യൂനപക്ഷങ്ങൾ ഇവിടെ മതരാഷ്ട്രം വേണ്ട, ഒരു മതനിരപേക്ഷ രാഷ്ട്രം മതി,
അതിനുവേണ്ടിയായിരിക്കും നമ്മൾ നിലകൊള്ളുന്നത് എന്ന് പ്രഖ്യാപിച്ച ആ മതന്യൂനപക്ഷങ്ങൾ മോദി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്കും ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്കും കൊടിയ പീഡനങ്ങൾക്കും ഇരയായിക്കൊണ്ടിരിക്കുമ്പോൾ അത്തരം ഫാഷിസത്തിനെതിരെ നമുക്കറിയാം ഒട്ടനവധി കാരണങ്ങൾ, ഒട്ടനവധി അവർക്കെതിരെ സംസാരിക്കുന്നവരെ ഉന്മൂലനം ചെയ്യുന്നു. സഹിഷ്ണുത കാണിക്കുന്ന അസഹിഷ്ണുത ഗൗരി ലങ്കേഷിന്റെയും അതുപോലെ തന്നെ എം കൽബുർഗിയുടെയും മലയാളിയായിട്ടുള്ള സിദ്ദിഖ് കാപ്പന്റെയും ഒക്കെ ഉദാഹരണങ്ങൾ എത്രയോ നമ്മുടെ മുന്നിലുണ്ട്. അതേ നിലപാടുകളാണ് ഇന്ന് ഈ ന്യൂനപക്ഷങ്ങളോടും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ പീഡനങ്ങൾക്കെതിരെ കോൺഗ്രസിന്റെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ഈ പ്രതിഷേധ കൂട്ടായ്മയിൽ കൊട്ടിയൂരിൽ നിന്നും മുഴക്കുന്ന് വരെയുള്ള പ്രദേശങ്ങളിൽ നിന്നും പങ്കെടുത്ത വിവിധങ്ങളായിട്ടുള്ള നേതാക്കന്മാർ, അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നവർ, ആരെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരെയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയും എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ കൃതജ്ഞത രേഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.